ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പോക്കോ അവർ പുതിയ മോഡലായ പോക്കോ X6 Pro മോഡൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളിലേക്ക് ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് ഓക്കെ. അപ്പം നേരത്തെ പറഞ്ഞ തന്നെ പോക്കോ അവരുടെ പുതിയ മോഡലായ പോക്കോ X6 Pro 5G എന്ന് പറഞ്ഞ പുതിയൊരു മോഡൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു 6.8 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ കാര്യങ്ങളിലേക്ക് ആയിരിക്കും മോഡൽ വരാൻ വേണ്ടി പോകുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. HDR10+ൻ്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഡോൾബി വിഷൻ എല്ലാം ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1800 നിറ്റ്സ്. ഇതിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത് 90.1% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ട്. അതായത് നമുക്ക് നോട്ട് 30 ഇല്ലേ, ഈ ഇറക്കി നോട്ട് 30 അതിൻ്റെ സെയിം അതേ ഡിസ്പ്ലേ സൈസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അതേ സെയിം അതായത് ഫുൾ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. Corning Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ കാര്യം ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. Android 14 ആണ് വരുന്നത്. അതുപോലെ തന്നെ HyperOS അവരുടെ ലേറ്റസ്റ്റ് OS ആയിട്ടുള്ള HyperOS വെച്ചായിരിക്കും ഈ മോഡൽ വന്നത്. ഇതിൻ്റെ പ്രൊസസ്സർ കാര്യങ്ങളൊക്കെ വരുന്നത് MediaTek Dimensity 8300 Ultra, ഒരു ഫോറിനം പ്രൊസസ്സറാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു പ്രൊസസ്സർ വെച്ച് ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 3.35 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. 2 വേരിയൻ്റ് ആയിരിക്കും ഉണ്ടാവുക. ഒരു 8128ഉം ഒരു 8256ഉം ആവാനാണ് ചാൻസ് കൂടുതൽ. ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് പറയുകയാണെങ്കിൽ 64 MB ഒരു മെയിൻ ക്യാമറ വരുന്നുണ്ട്. 8 MB ഒരു അൾട്രാ വൈഡ്, 2 MB ഒരു മാക്രോ ലെൻസ്. ബാക്ക് ക്യാമറയിൽ OISൻ്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കിതിൽ ബാക്ക് ക്യാമറ വെച്ചുകൊണ്ട് 4Kയിൽ 30 ഫ്രെയിം/സെക്കൻഡ് വരെ നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സെൽഫി ക്യാമറ വരുന്നത് 16 MB സെൽഫി ക്യാമറയാണ്. ഫ്രണ്ട് ക്യാമറ നമുക്ക് 1080p സപ്പോർട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇതുവരെയ്ക്കും പോക്കോ 4K റെക്കോർഡിംഗ് ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഇനി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിതിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ LED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ എന്തായാലും ഫിംഗർ പ്രിൻറ്റ് ഇൻ ഡിസ്പ്ലേ തന്നെ കൊടുത്തിട്ടുണ്ട്. സൈഡ് മൗണ്ട് മാറ്റി ഇപ്പോൾ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. 5000 mAh ഒരു ബാറ്ററി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. 67 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കൊരു 100% ഏകദേശം 45-47 മിനിറ്റ് കൊണ്ട് ഈസിലി ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. 2 കളർ ഓപ്ഷനായിട്ട് വരാൻ വേണ്ടി പോവുക, ഒരു ബ്ലാക്കും ഒരു യെല്ലോയും. പിന്നെ പോക്കോയുടെ ഫോണാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം. ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല, പറയാൻ പറ്റത്തില്ല. 2 വർഷം വാറണ്ടി കൊടുത്താലും പോക്കോ ഫോൺസ് ഇപ്പോഴും ചീപ്പറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്പെക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ബൈ.